അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോറിൻ്റെ കൂടെയുള്ള ഒരു നല്ലൊരു സൈഡ് ഡിഷായിട്ടുള്ള സോയാബീൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ഇത്. ഞാനിപ്പം ആദ്യം സോയാബീൻ ഒന്ന് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് പച്ചവെള്ളം ഒഴിച്ച് ഇച്ചിരി തണുത്തതിന് ശേഷം നല്ലപോലെ അതൊന്ന് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞ് വെള്ളം മൊത്തം കളയണം. അതിലോട്ട് ഒരു സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇത് ഉപ്പ് നീരാണ്, ഉപ്പിൻ്റെ വെള്ളം. അത് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കണം. കുരുമുളകും ചേർക്കുന്നതാണ്. അതിലോട്ട് വേണ്ട സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു അപ്പച്ചട്ടിയിൽ, അതായത് മീൻ പൊരിക്കുന്ന അല്ല, നോൺ സ്റ്റിക്ക് ഏതിൽ വേണമെങ്കിലും നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഈ സോയാബീൻ അങ്ങോട്ടിട്ട് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് മൊരിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് മൊരിഞ്ഞതിന് ശേഷമാണ് വലിയ ഉള്ളി, അതായത് സവാള ഒരെണ്ണം മതിയാവുന്നതാണ്. ഒരെണ്ണം നേരിയതായിട്ട് അരിഞ്ഞിട്ട് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കുന്നവർ തക്കാളി ചേർത്തിട്ട് റോസ്റ്റ് പോലെയും ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്താൽ ചോറിന് കൂട്ടാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിലോട്ട് ഞാനൊരു സ്പൂണ് വിനാഗിരി ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട്. വിനാഗിരിയും കൂടി ഇട്ട് പിന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നല്ല മൊരിച്ചെടുക്കുന്നുണ്ട്.